ആലപ്പുഴയിൽ കുഴിച്ചിട്ട നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടതാകാമെന്നാണ് നിഗമനം വരുന്നത്. കേസിൽ 2 പേർ പൂച്ചാക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. നാരായണൻ ചേരുന്നുണ്ട്. രഘു, വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. ഈ തെളിവെടുപ്പിന് ഇടെയാണോ മൃതദേഹം കുട്ടിയുടേത് കണ്ടെത്തുന്നത്? എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? പൂച്ചാക്കൽ സ്വദേശിയായ യുവതി 2 ദിവസം മുമ്പ് പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹമാണ് ഇപ്പോൾ അമ്പലപ്പുഴ തകഴിക്കടുത്തുള്ള കുന്നുമ്മ എന്നുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ സംഭവം പുറത്തറിയുന്നത് 2 ദിവസം മുൻപ് യുവതി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് സംശയം തോന്നിയാണ് ഇത് പ്രസവാനന്തരം ഉണ്ടാകുന്ന അസ്വസ്ഥതയാണെന്ന് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പ്രസവിച്ചെന്നും കുഞ്ഞിനെ അമ്മത്തൊട്ടിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു യുവതിയുടെ മൊഴി. എന്നാൽ ഇവരുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ ഒരു അസ്വാഭാവികത തോന്നിയ ഡോക്ടർമാർ വിവരം പോലീസിനെ അറിയിക്കുകയും വനിതാ ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിനെ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തെന്നും അവിടെ കുഴിച്ചു മൂടിയും എന്നുള്ളതാണ് മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 യുവാക്കളെ പൂച്ചാക്കൽ പോലീസ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കുന്നുമ്മയിലെത്തി കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഈ യുവതിയും ഒപ്പം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളും തമ്മിൽ 1.5 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് വിവരം. തോമസ് ഔസേപ്പ് എന്നാണ് ഈ യുവാവിന്റെ പേര്. ഇയാളുടെ സുഹൃത്ത് അശോകും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇക്കാര്യത്തിൽ ഇനിയൊരു വ്യക്തത വരേണ്ടത് കുഞ്ഞിനെ, അതായത് ഇവർ വിവാഹിതരായിരുന്നില്ല, സ്വാഭാവികമായി തന്നെ വീട്ടുകാരോടൊട്ട് പറഞ്ഞിരുന്നുമില്ല പെൺകുട്ടി ഗർഭിണിയാണെന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ വെച്ച് പ്രസവിച്ചപ്പോൾ കുട്ടി സ്വാഭാവികമായി മരിച്ചതാണോ അതോ ദുരഭിമാനം കൊണ്ട് കൊന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനിവരെ ചോദ്യം ചെയ്യണം. ഒപ്പം തന്നെ കുട്ടിയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിച്ചുടനെ മരിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പെൺകുട്ടി, അതായത് ഈ കുഞ്ഞിനെ പ്രസവിച്ച യുവതി, ഇവര് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.